ഇന്ത്യ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എല്ലാ നിലകളിലും സമ്പൽ സമൃദ്ധി ഉള്ള ഒരു രാജ്യമായിരുന്നു. കാർഷിക വിഭവങ്ങളുടെ കാര്യത്തിലും സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ വളരെയധികം സമ്പൽ സമൃദ്ധിയായിരുന്നു. വെള്ളക്കാരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുള്ള ഏറ്റവും വലിയ കാരണം സുഗന്ധദ്രവ്യങ്ങളാണ്. നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഏലക്ക, കുരുമുളക്, പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ പല വ്യത്യസ്ത തരത്തിലുള്ള ഇലകൾ, ഇതൊക്കെ വളരെയധികം അമൂല്യമായിട്ടുള്ള ശേഖരണങ്ങളായിരുന്നു. വെള്ളക്കാർക്ക് അവരുടെ നാട്ടിൽ അധികവും അവരുടെ ഭക്ഷണമൊന്നും അവർ നമ്മളെപ്പോലെ പാകം ചെയ്യുന്നില്ല. റൊട്ടിയും ഇറച്ചിയും മത്സ്യമൊക്കെയാണ് അവരധികം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് കുരുമുളകും പട്ടയൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഈ എരിവുള്ള ഭക്ഷണം. വെള്ളക്കാരുടെ ഭക്ഷണത്തിനൊന്നും വലിയ എരിവൊന്നും കാണത്തില്ല. പക്ഷേ ഈ എരിവ് എങ്ങനെയെങ്കിലും ചേർത്തിട്ട് കാര്യമില്ല, അത് അതിൻ്റേതായിട്ടുള്ള പാകത്തിൽ അളവിൽ ചേർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ അളവിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സുഗന്ധദ്രവ്യങ്ങൾ അവിടെ ഉണ്ടാവണം. അതാണ് ഇന്ത്യയിൽ നിന്ന് ടൺ കണക്കിന് അവരവരുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ട് പോകാൻ കാരണമായി തീർന്നത്. കാലക്രമേണ അവർ ഇന്ത്യയിലേക്ക് വന്ന് അവരവരുടെ ആധിപത്യം സ്ഥാപിച്ചു. നൂറ്റാണ്ടുകൾ ഇന്ത്യ അവർ ഭരിച്ചിരുന്നു. അപ്പോൾ ഈ നൂറ്റാണ്ടുകൾ കൊണ്ട് അവർ ദശലക്ഷം കോടി വിറ്റുവരവുള്ള സുഗന്ധദ്രവ്യങ്ങളാണ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. അവർക്ക് അതിൻ്റെ സാധ്യത അറിയാമായിരുന്നു. ഇന്നും വിദേശത്തേക്ക് ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ നമ്മളിവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയുടെ ഒരു വലിയൊരു സമ്പത്താണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ആനക്കൊമ്പ്, ചന്ദനം, പല മൂല്യമുള്ള തടി, സുഗന്ധദ്രവ്യങ്ങൾ, അങ്ങനെ ആ ഒരു വിഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിലപിടിപ്പുള്ള രത്നങ്ങൾ, സ്വർണം ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. കാരണം അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് വരാനുള്ള കാരണം, ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ മുഖ്യ കാരണം സുഗന്ധദ്രവ്യങ്ങളായിരുന്നു. അതാണ് അവരെ ആകർഷിച്ചത്.